ആറ്റിങ്ങലിലെ ഇഞ്ചോടിഞ്ചിന് ശേഷം നമ്മൾ ആലത്തൂരിലെ ഇഞ്ചോടിഞ്ചിലേക്ക് പോവാം. ആലത്തൂരും ഈ പറഞ്ഞതുപോലെ ആറ്റിങ്ങലെ പോലെ തന്നെ മധ്യ കേരളത്തിൽ അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്താൻ കെ രാധാകൃഷ്ണനെ അവിടെ കളത്തിൽ ഇറക്കുക വഴി ഒരു വലിയ നീക്കം CPM നടത്തിയിരിക്കുന്നു. TN സരസു എന്ന മുൻ വിക്ടോറിയ കോളേജ് അധ്യാപികയെ NDA ആണെന്ന് നിർത്തിയിരിക്കുന്നു. ആറ്റിങ്ങലിന് സമാനമായ വിധത്തിൽ അവിടെ ത്രികോണ മത്സരമില്ല. അവിടെ LDF UDF നേരിട്ടുള്ള ഫൈറ്റാണ്. ആ ഫൈറ്റിൽ ഇപ്പോഴും ഈ നിമിഷവും ആരാണ് ഒരല്പം മുമ്പിൽ എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. അതെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ എവിടെ തോറ്റു കഴിഞ്ഞാലും ആലത്തൂരിൽ തോക്കില്ല എന്നുള്ളതായിരുന്നു CPM വിചാരിച്ചിരുന്ന ഒരു കാര്യം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വലിയ വേവാണെന്ന് വിചാരിക്കാം. ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ഈ കടുത്ത മത്സരം ഉണ്ടാകുന്നു. കെ രാധാകൃഷ്ണനെ കൊണ്ടുവന്നിട്ട് പോലും നമ്മളെല്ലാവരും അവിടെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ LDFന് ഒരു എഡ്ജ് ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ അവിടെ UDF അല്ലെങ്കിൽ രമ്യ ഹരിദാസ് എങ്ങനെയാണ് കെ രാധാകൃഷ്ണനുമായിട്ട് ശക്തമായ പോരാട്ടമായി മാറുന്നത്? അതറിയാനാണ് പ്രേക്ഷകർക്കും കൗതുകം. അത് 1,58,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ഒരാൾക്കും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ചിന്തിക്കും. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ചിന്തിക്കാമായിരിക്കും. അതെ, അല്ല അത് അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 2 ലക്ഷത്തിന് മുകളിൽ 2,80,000 വോട്ടിന്റെ ലീഡാണ് അവിടുത്തെ 7 മണ്ഡലങ്ങളിലായിട്ട് LDFനുള്ളത്. അത്ര ശക്തമായ അടിത്തറയുള്ള LDF മണ്ഡലമാണ് ആലത്തൂർ. പാലക്കാടിന്റെ ഗ്രാമപ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന 4 നിയമസഭാ മണ്ഡലങ്ങൾ, തൃശ്ശൂരിന്റെ ഇലക്ഷന്റെ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ ഇലക്ഷന്റെ വോട്ടിംഗ് പാറ്റേണും വ്യത്യസ്തമാണ് എന്നൊരു ഘടകം. രണ്ടാമത്തത് രമ്യ അവിടെ പോപ്പുലർ ആണ്. അതെ അഭിലാഷ്, ഇപ്പൊ ഈ ഇത് രണ്ട് പാറ്റേൺ ആണ് എന്നുള്ളത് അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും ഇതേ പാറ്റേണിൽ തന്നെ ആയിരുന്നു. അങ്ങനെ എതിർത്ത് അല്ലെങ്കിൽ എതിരെയുള്ള ഘടകങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ LDF വളരെ കംഫർട്ടബിൾ ആയിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ S. അജയകുമാർ, അതിനുശേഷം PK ബിജു. നമുക്ക് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും രമ്യ ഹരിദാസ് അത്ഭുതകരമായ വിജയമാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കാഴ്ചവെച്ചത് എന്നത് പറയേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ കൂടി പാട്ടും പാടി വിജയിച്ചത് ഒരു ക്ലീഷയായി രമ്യ ഹരിദാസിന്റെ കാര്യത്തിൽ മാറിയെങ്കിൽ പോലും അത് പറയേണ്ടിയിരിക്കുന്നു. പാട്ടും പാടിയുള്ള വിജയമായിരുന്നു. ഒരു ക്ലീഷ ആണെങ്കിലും പാട്ടില്ലാത്ത രമ്യ ഹരിദാസ് ഇല്ല കേട്ടോ. പക്ഷേ ഇക്കുറി അധികം പാട്ടില്ല അല്ലെ? പ്രചരണത്തിൽ അങ്ങനെ കേട്ടില്ല. രമ്യ തന്നെ എന്നോട് പറഞ്ഞത് നമ്മൾ എവിടെ പോയാലും ആൾക്കാർ ഒരു പാട്ട് പാടും രമ്യ എന്ന് പറയും. അത് നമ്മൾ കാണാത്തായിരിക്കും അല്ലെ? അവിടെ പിന്നെ ഒരാൾ പാട്ട് പാടാൻ പറഞ്ഞിട്ട് ഞാൻ പാടാതെ പോകുന്നത് മോശമല്ലെന്ന് അഭിലാഷ്, അതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോ നാട്ടുകാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു MP വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവില്ല. പക്ഷെ ഇവർക്ക് ആക്സസിബിൾ ആയിരിക്കുക. അവരുടെ അടുത്ത് സാധാരണ ഇത് ഒരു പട്ടണമോ അല്ലെങ്കിൽ നഗരങ്ങളോ ഒന്നും ഉള്ള മണ്ഡലമല്ല ഇത്. സാധാരണ മനുഷ്യന്മാരുള്ള ഒരു ഗ്രാമപ്രദേശത്തിന് കുറച്ച് ചെറിയ പട്ടണങ്ങളൊക്കെ ഒരു വരി കൂടി അക്കാര്യത്തിൽ ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ ആവർത്തിയുള്ള സ്ഥാനാർത്ഥിയെ പറ്റി പലരും വിമർശിക്കാൻ. പക്ഷെ ഞാൻ കൊടിക്കുന്നിലിനൊപ്പമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? എന്ത് കാര്യത്തിനും അദ്ദേഹം നമ്മുടെ വീട്ടിൽ വരും. അതല്ല, ആ മണ്ഡലത്തിൽ ആരെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിലും മരണമുണ്ടെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടെങ്കിലും എന്ത് കാര്യത്തിന് അക്സസബിൾ ആയിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ടാണ് ജയിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് അതായിരിക്കും 10ാമത്തെ തവണ മത്സരിക്കുന്നത്. കൊട്ടാരക്കര 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും മണ്ഡലത്തിൽ ഇപ്പോൾ 7 നിയമസഭാ മണ്ഡലമുണ്ട്. എല്ലാ ആളുകൾക്കും വന്ന് കാണാനുള്ള സാഹചര്യം ഇപ്പോൾ രമ്യ അത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ചിറ്റൂരാണെങ്കിൽ പിന്നെ ഇപ്പുറത്തെ വടക്കാഞ്ചേരി അല്ലെങ്കിൽ ആ നിലയ്ക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോവുക. അപ്പോൾ PK ബിജു അത്ര ജനകീയനായിരുന്നില്ല. PK ബിജുവിന് മസിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, അവിടെ പ്രശ്നം എന്നറിയോ? അവിടെ ഇപ്പം നമ്മൾ ഈ ഒരു മണ്ഡലത്തിന്റെ കാര്യം പറയും, മറ്റു മണ്ഡലത്തിലോട്ട് ഇപ്പൊ മാവേലിക്കരയുടെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പൊ കാസർഗോഡ് ആണെങ്കിലും ആലത്തൂരാണെങ്കിലും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒറ്റപ്പാലം ആയിരുന്നപ്പോഴോ CPMന് അവിടെ ചിഹ്നം വരച്ചു വെച്ച് പേരും സ്ഥാനാർത്ഥിയുടെ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ ജയിക്കാം. ആ ചരിത്രത്തിൽ ഒറ്റ കാര്യമുള്ളൂ. KR നാരായണൻ മത്സരിച്ച കാലത്തൊഴികെ എല്ലാം. അതെ, KR നാരായണൻ എന്ന് പറഞ്ഞ മഹാമനുഷ്യൻ മത്സരിച്ചപ്പോൾ അന്ന് കോൺഗ്രസിനൊപ്പമായിരുന്നു. അദ്ദേഹം എന്നൊഴിഞ്ഞു അന്ന് അജയകുമാർ ജയിച്ചു. അപ്പോ ഈ തരത്തിലാവുമ്പോഴത്തേക്ക് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ഒരു ആറ്റിറ്റ്യൂഡ് ഈ വിജയിച്ച MPക്കും ഒക്കെ ഉണ്ടാവും. എന്ത് വന്നാലും നമ്മൾ ജയിക്കും, പിന്നെ നമ്മൾ വല്ലാണ്ട് മെനക്കെടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത്. അല്ല, അതിന് 2 വശമുണ്ട്. ഇപ്പോൾ ഒരു MPയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക, പാർലമെന്ററി പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വിചാരിച്ചിരുന്ന കാലം പോയി എന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഈ MP ഫണ്ട് എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. 7 നിയമസഭാ മണ്ഡലമുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വർഷം ചെലവഴിക്കാൻ കഴിയുന്നത് 5 കോടി രൂപയാണ്. അതുകൊണ്ട് എന്തുണ്ടാക്കാം? ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1 കോടി പോലും ഇല്ല. MLAയുടെ അത്രയും പോലും സാമ്പത്തികമായ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരാളാണ് MP. അദ്ദേഹം എന്തോ കുറെ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ള കാര്യമൊന്നും നടക്കുന്ന. അങ്ങനെയാണ് 2 പരീക്ഷണങ്ങൾ. ഒന്ന് ഹൈമാസ് ലൈറ്റും മറ്റൊന്ന് ബസ് സ്റ്റോപ്പ്. ഈ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിയമസഭയിലും
ആദ്യ കാലത്തൊന്നും ഈ ഇടതുപക്ഷ MLA-മാർ അങ്ങനെ കല്യാണങ്ങൾക്ക് പോവുക, ഭരണ വീട്ടിൽ പോവുക എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നില്ല. അവരുടെ കാര്യം, അവരുടെ ശ്രദ്ധ കൂടുതലും നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ആദ്യ നിയമസഭയിലെ അംഗങ്ങളായ ഇ ചന്ദ്രശേഖരൻ നായർ, വെളിയം ഭാർഗവൻ, പി ഗോവിന്ദപിള്ള ഇവരെല്ലാം ചേർന്ന് ജിഞ്ചർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു CPI-യുടെ. അപ്പം അവരോട് പലരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊന്നും മണ്ഡലത്തിലൊന്നും, ഇപ്പൊ ചടയമംഗലത്തായിരുന്നു വെളിയം ഭാർഗവന്റെ മണ്ഡലം, അവിടെ പോലും പോകുമായിരുന്നില്ല. ആ രീതിയിൽ അവർ കൂടുതലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച നിയമസഭാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനങ്ങൾ അതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ പതുക്കെ കോൺഗ്രസ് MLA-മാർ, UDF MLA-മാർ, പ്രത്യേകിച്ചും കോൺഗ്രസ് MLA-മാർ അത് വിജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലം അവരുടേതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും പോകുക എന്ന രീതിയിലേക്ക് മാറി. അത് ഉമ്മൻചാണ്ടി, കെ ബാബു, അങ്ങനെ അന്ന് പരിഹസിച്ചിട്ട് ഇപ്പൊ കെ ബാബുവിനെ കല്യാണ ബാബു എന്നും CF തോമസിനെ ചവടക്ക് MLA എന്നൊക്കെ വിളിക്കായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഇടതുപക്ഷ MLA-മാരും അങ്ങനെ മാറി എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിന്റെ MP-മാർ പുതിയ ഒരു രീതി ഉണ്ടാക്കി വെച്ചു. അത് അനുകരിക്കാൻ ഇപ്പോൾ ഇടതുപക്ഷ MP-മാരും ബാധ്യസ്ഥരാണ്, അവർ നിർബന്ധിതരാകുകയാണ്. പക്ഷെ എവിടെയോ ഒരു ഗ്യാപ്പ് സംഭവിച്ചിടത്താണ് ഇത് ഉണ്ടായത്. അത് ചില ആളുകളുടെ വ്യക്തിപരമായ രീതികൾ കൂടിയായിരിക്കാം. ഇല്ല, ഞാൻ ഇങ്ങനെയൊന്നും പോകില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോയേ പറ്റൂ എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നമ്മളൊരു ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എല്ലാ കല്യാണത്തിനും നൂലുകെട്ടിനും പാലുകാച്ചനും പോകണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. വിശാലമായ ഭൂപ്രദേശത്ത് ഇങ്ങനെ ഓടി നടക്കാൻ അദ്ദേഹത്തിന് കഴിയും. അല്ല, പക്ഷെ അത് ഈ ഒരു കാര്യത്തില് ഒരു പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ പാർലമെന്റിൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ ചർച്ചകളിൽ ഫലപ്രദമായി പങ്കെടുക്കുക, ക്രിയേറ്റീവായിട്ട് പങ്കെടുക്കുക. പക്ഷെ ആ റെക്കോർഡും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പലയിടത്തും അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ അത് വലിയൊരു വൈരുദ്ധ്യമായിട്ട് നിൽക്കുകയാണ്. അത് ഇപ്പൊ നോക്കൂ, എന്നും സ്ഥാനാർത്ഥികളായി ഭാവിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ഇപ്പൊ ഈ അടുത്ത് എന്നോടൊരു നേതാവ് പറഞ്ഞു, ഞാൻ ആരാണെന്നും പറയില്ല, ഇന്ന് എന്റെ 617ാമത്തെ മരണമായിരുന്നു. രാവിലെ പോറ്റിയോട്ടുന്ന 2 ദോശ കഴിച്ചിട്ട് ഒരു മരണ വീട്ടിൽ പോയില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമാണ് എന്ന് തോന്നുന്ന അവസ്ഥ. ജനപ്രതിനിധി അല്ല, ജനപ്രതിനിധി ആവാൻ ആഗ്രഹിക്കുന്ന ആ നിലയിലേക്ക് സീസൺ ആവണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പല പ്രോഗ്രാമിലും മൈക്ക് വയ്ക്കുമ്പോൾ പറയാറുണ്ട്, അന്ന് ജയിച്ചു പോയതാ പിന്നെ കണ്ടിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് മണ്ഡല ചരിത്രം കൂടി ഒന്ന് നോക്കാം. ഇനി എന്താണ് സ്ക്രീനിൽ വരാൻ പോകുന്നത്? മണ്ഡല ചരിത്രം, മണ്ഡലത്തിന്റെ ചരിത്രം. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു? 1,88,968. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ആ ഭൂരിപക്ഷം, പിന്നെ ഡീന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ അടുത്ത ഭൂരിപക്ഷമാണ്. ഹൈബിയുടെ ഭൂരിപക്ഷം ഇതിൽ കൂടുതലാണ്. ഹൈബിയുടെ കൂടുതലാണ്. ശരി, ഇതൊരു വല്ലാത്ത ഭൂരിപക്ഷമാണ്. അതിൽ പല കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള പല ആളുകളുണ്ട്. ഒന്ന് മുൻ MP, 2 A വിജയരാഘവൻ തുടങ്ങി ഒരുപാട് രമ്യയെ പരിഹസിച്ച കുറച്ച് ക്രെഡിറ്റ് കൊടുക്കാവുന്നതാണ്. 2009 20,000-ൽ പരം വോട്ടിനാണ് PK ബിജു വിജയിച്ചത്. അന്ന് സുധീർ, എക്സ് എയർഫോഴ്സ് ഓഫീസർ, അദ്ദേഹം മത്സരിക്കുമ്പോൾ 20,000 പരം വോട്ട്. മർച്ചന്റ് നേവി അതേ മത്സരം. 2014 അത് അല്പം കൂടി PK ബിജു മെച്ചപ്പെടുത്തി 37,000 പരം വോട്ടിലേക്ക് എത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നാണ് ഈ 1,58,000 ഈ വോട്ട് ഇങ്ങനെ ഒലിച്ചങ്ങ് പോയത്. അതിന് പല ഘടകങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ രമ്യ ഹരിദാസ് നേരിട്ട അധിക്ഷേപം, അവരെ വെറുതെ ഒരു തരത്തിൽ വിക്ടിമൈസ് ചെയ്തു. പിന്നെ കഴിഞ്ഞ തവണത്തെ പൊതുരാഷ്ട്രീയം, പിന്നെ അവിടെ ഉണ്ടായിരുന്ന MP-യോട് ഉണ്ടായിരുന്ന ആന്റി ഇൻകംബൻസി, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ് 1,58,000 ഇത്തവണ. പക്ഷേ ആര് ജയിച്ചാലും ഈ പറഞ്ഞ 1 ലക്ഷം കടന്നുള്ള ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല. ശരി, ഈ തവണത്തെ ചർച്ചാ വിഷയം എന്താണ് ഈ മണ്ഡലത്തിൽ എന്നത് കൂടി നമ്മൾ നോക്കുന്നത് അനിവാര്യമായിരിക്കും. അവിടുത്തെ ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്, ഏതരത്തിലാണ് അവിടുത്തെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? 2019 സാഹചര്യം മന്ത്രി വളരെ വ്യക്തമായ ഒരു അല്ലെങ്കിൽ ഒരു ക്ലീൻ ഇമേജ് ഉള്ള മന്ത്രി ആണ് കെ രാധാകൃഷ്ണൻ. പൊതുപ്രവർത്തകനാണ് കെ രാധാകൃഷ്ണൻ. പിന്നെ MP-യുടെ നിലവിലെ പ്രവർത്തനം അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കരുവന്നൂർ ഈ മണ്ഡലത്തിൽ, വടക്കാഞ്ചേരി പ്രദേശത്തുള്ള അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കൾ ഉൾപ്പെട്ട എന്ന് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചില നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കരുവന്നൂർ ഒരു പ്രശ്നമാകുന്നു. എല്ലാ നിയമസഭാ മണ്ഡലവും LDF-നാകുന്നു എന്നുള്ളത്, അവിടെ 2,80,000-ഓളം ഉള്ള ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ പരിഗണിച്ചാൽ LDF-നുണ്ട്. ഗതി നിർണ്ണയിക്കുമോ BJP വോട്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവിടെ BJPക്ക് അങ്ങനെ വലിയൊരു സ്വാധീനം. BJP വോട്ട് ഒരു 10-12% അപ്പുറത്ത് പോകാനുള്ള സാധ്യതയില്ല. BJP വലിയ ഫാക്ടർ ആവാത്ത മണ്ഡലമാണ്. LDF UDF നേരിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ മന്ത്രി എന്നുള്ളതാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ഘടകമായി കാണുന്നത്. ഞാൻ ഇങ്ങനെ ആലത്തൂരൊക്കെ പോയി നമ്മുടെ ചിഹ്നം ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു കവലയിൽ പോയി നോക്കുമ്പോൾ അവിടുന്ന് കേട്ടൊരു കമന്റ്, അതിന് രാധേട്ടന് അത്ര താല്പര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല. രാധേട്ടന് താല്പര്യമുണ്ടോ? MP ആവാനാണോ, അദ്ദേഹം മന്ത്രിയായിട്ട് തന്നെ തുടരുന്നതാണോ കൂടുതൽ അദ്ദേഹത്തിന് ഇഷ്ടം? അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം. ഇതൊക്കെ ഘടകമാവും. ആണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരു സുഹൃത്ത് ഇതുപോലെ പറഞ്ഞു, കെ രാധാകൃഷ്ണന് മന്ത്രിയായിട്ട് ഇരിക്കാനായിരിക്കും താല്പര്യം, അദ്ദേഹത്തിന് ലോക്സഭാ MP ആയിട്ട് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. ഞാൻ പറയുന്നൊരു കാര്യം, CPM നിങ്ങൾ അവിടെ മത്സരിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
മനസ്സില്ലാ മനസ്സോടെ ഒന്നും പോയിട്ടൊന്നും കാര്യമില്ല. ആദ്യം വേണമെങ്കിൽ 2-3 ദിവസമൊക്കെ പറ്റും. പക്ഷെ അത് കഴിയുമ്പോൾ ആ ദൗത്യം ഏറ്റെടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ശരിയാണ്. നമുക്ക് ദിവിഷ് മണിയും ഒപ്പം ഗോകുലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ദിവിഷിലേക്ക് തന്നെ പോകാം. ദിവിഷ് ഗോകുൽ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ദിവിഷിന്റെ മണ്ഡലമാണ്. ചേലക്കരക്കാരനാണ്. അതെ, ചേലക്കരക്കാരനാണ്. എങ്ങനെയുണ്ട് ചേലക്കരക്കാരൻ വിജയിക്കുമോ ദിവിഷേ? എങ്ങനെയാണ്? ഞാൻ വോട്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റിയായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. എന്തായാലും ചേലക്കരയെ സംബന്ധിച്ച് ഞാനും പ്രതീക്ഷിച്ചത് ഇപ്പം അങ്ങോട്ട് ഇതിനിടയിൽ 2-3 തവണയാണ് ഞാൻ നാട്ടിലേക്ക് പോയത്. അപ്പോൾ രമ്യ ഹരിദാസിന് എതിരാളിയായിട്ട് കെ രാധാകൃഷ്ണൻ വരുമ്പോൾ എൻ്റെ പെട്ടെന്നുള്ള ധാരണ അപ്പോൾ ഇനി പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. കാരണം രാധേട്ടൻ എന്നുള്ളൊരു ഇമേജ് ഉള്ള ആളാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ മുതൽ MLA നിലയിൽ കാണുന്ന ആളാണ്. അപ്പോൾ ആ ചേലക്കരക്കാർക്കും പഴയന്നൂരുകാർക്കും ഒക്കെ വളരെ ഒരു ആത്മബന്ധം ഉള്ള ആൾ കൂടിയാണ് കെ രാധാകൃഷ്ണൻ. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റ് ഒന്നും വരില്ല എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. പക്ഷേ നമ്മൾ സാധാരണ ആളുകളുമായിട്ട് കുറേ പേരുമായി സംസാരിച്ചു. ഇനിയിപ്പോൾ രാധേട്ടൻ വന്നതോടുകൂടി അങ്ങനെ ഒരു രമ്യയ്ക്ക് ഒരു സാധ്യത കുറവാണല്ലേ എന്ന നിലയിൽ സംസാരിച്ചപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പലരും എന്നോട് പറയണം. അപ്പോൾ സത്യം എനിക്കൊരു ഞെട്ടലുണ്ടായി, ഇങ്ങനെയൊരു മാറ്റം അവിടെ നടക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അതിൽ രമ്യ ആദ്യഘട്ടത്തിൽ ഈ പാലക്കാട് മേഖല, ഇപ്പോൾ നെന്മാറ, ചിറ്റൂർ, ആലത്തൂർ ഈ ഭാഗങ്ങളിലാണ് വളരെ സജീവമായിരുന്നത്. വടക്കാഞ്ചേരി, ചേലക്കര, കുന്നംകുളം ഭാഗത്ത് രമ്യ അത്ര കാണാനില്ല എന്നൊരു പരാതി പലപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് ചെന്നപ്പോഴാണ് ചേലക്കരയിലെയും പഴയന്നൂരിലെയും ഒക്കെ ഇടവഴികളിൽ പോലും ലൈറ്റുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. രമ്യ ഹരിദാസിൻ്റെ MP വകയുള്ള ലൈറ്റുകൾ അവിടെ ഉണ്ട്. അപ്പോൾ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ ഈ ലൈറ്റൊക്കെ വയ്ക്കലാണല്ലോ MP മാർക്കും പ്രത്യേകിച്ച് ചെയ്യാവുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പഴയന്നൂർ ചേലക്കര റോഡ് വികസനം കഴിഞ്ഞ കുറേ കാലങ്ങളിൽ വലിയ ചർച്ചയായി. കുറേ കാലം അതിൻ്റെ പണി മൂലമൊക്കെ ബുദ്ധിമുട്ടിയതാണ്. പക്ഷേ ഈ റോഡ് വികസനം നടന്നു. 1 ഇഞ്ച് പോലും റോഡിന് വീതി കൂടാതെയാണ് ചേലക്കരയിലും പഴയന്നൂരും ഒക്കെ റോഡ് വീതി കൂടിയത്. അപ്പോൾ അത് ഈ സ്ഥലമെടുക്കാത്തത് 2 സൈഡിലുമുള്ള വീടുകൾ, കടകൾ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി മന്ത്രിയുടെ ഒക്കെ ഇടപെടലാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ അത് ഏത് രീതിയില്ല, അതിൻ്റെ ഒരു വികസന സാധ്യതയെ ചുരുക്കി കളഞ്ഞു എന്നൊരു വാസ്തവമാണ്. അതിനി വോട്ടിനെ ബാധിക്കുകയാണോ അതോ വോട്ട് നേടിക്കൊടുക്കുകയാണോ ചെയ്യുന്നത് അറിയില്ല. പിന്നെ ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ചേലക്കര അന്തിവാളങ്കാവ് വേല, അവിടെ വളരെ ആഘോഷപൂർവ്വം നടക്കുന്ന ഒരു കാര്യമാണ്. വലിയ വെടിക്കെട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ ഈ വേല കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ ചെല്ലുന്നത്. വളരെ ശാന്തമായി ഒരു ചെറിയ അമ്പലത്തിൽ നടക്കുന്ന പോലെ വേല കഴിഞ്ഞു എന്ന പരിഭവം പലരും പറഞ്ഞു. അതേസമയം കാവശ്ശേരിയിൽ അതിഗംഭീരമായ വെടിക്കെട്ടൊക്കെ നടന്നു. അപ്പോൾ അത് ചേലക്കരയ്ക്കായിട്ട് ബന്ധപ്പെട്ട ചില ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഈ നെന്മാറ അല്ലെങ്കിൽ വേലയ്ക്കൊക്കെ അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ ആശംസകൾ അറിയിച്ച് കെ രാധാകൃഷ്ണൻ്റെ പോസ്റ്റർ വന്നപ്പോൾ അപ്പോൾ ചേലക്കരയെ മറന്നോ എന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഏതൊക്കെയാണ് ആളുകളെ സ്പർശിക്കുക, വോട്ടിനെ ബാധിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ തന്നെ ഇത്രയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും നമ്മൾ ആരും വിചാരിച്ചല്ല. പക്ഷേ ഈ നാട്ടുകാർക്ക്, പ്രാദേശികമായിട്ടുള്ള നാട്ടുകാർക്ക് അവിടുത്തെ ഒരു ഉത്സവം അല്ലെങ്കിൽ പള്ളിയിലെ ഒരു പെരുന്നാൾ അത് സുഗമമായിട്ട് നടത്തുക, അത് അവരുടെ ഒരു വികാരമാണ്. പൂരത്തിന് പിന്നിൽ ഒരു ആന്റി ക്ലൈമാക്സ് ഉണ്ടോ, മറ്റൊരു തിരക്കഥ ഉണ്ടോ എന്നൊക്കെ സംശയം ആലത്തൂര് വളരെ സവിസ്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽ, എന്താണ് ഇപ്പോൾ ആലത്തൂര് ഇപ്പോൾ നമ്മൾ തന്നെ പോകുമ്പോൾ പല ഇടത്തും പല വർത്തമാനം കേൾക്കുന്നുണ്ട്. ഒന്നുകിൽ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ രമ്യ എന്നൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടെങ്കിലും ഫൈനലി ഒരു തീരുമാനത്തിലെത്തിയോ? ഒരു വലിയ ഫൈറ്റ്, ടൈറ്റ് ഫൈറ്റ് എന്ന് പറയാൻ തന്നെ പറ്റും. ഇപ്പോൾ ആലത്തൂർ നമുക്ക് കൃത്യമായിട്ടൊരു പ്രവചനം നടത്തുക എന്നുള്ളത് ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ CPM-മാരുടെ അടുത്ത് തന്നെ സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഒരു ആശങ്കയായിട്ട് പറയുന്നു 1,58,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ രമ്യക്കുണ്ടായിരുന്നു. ഇത് തിരിച്ചു വരണം. അത് കഴിഞ്ഞ തവണത്തെ ഒരു ഫാക്ടർ മാത്രമായിരുന്നു. ആ കാലത്തെ ഒരു പ്രത്യേകത മാത്രമായിട്ടാണ് CPM പുറത്ത് പറയുന്നതെങ്കിലും CPM-ന് അതിൽ നല്ല ഭയമുണ്ട്. രാധാകൃഷ്ണൻ്റെ ഇമേജ് വെച്ച് മാത്രമേ അത് തിരിച്ചു പിടിക്കാൻ പറ്റൂ എന്നുള്ളൊരു ബോധ്യം CPM-നുണ്ട്. അങ്ങനെയാണ് ഇവിടെ രാധാകൃഷ്ണൻ വരുന്നത്. ഈ ഒരു മണ്ഡലത്തിൻ്റെ ഒരു വിഷയം പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായവർ താമസിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ നെല്ല് സംഭരണവും കർഷകരുടെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങിയതൊക്കെ ഇവിടെ വലിയ ചർച്ചാ വിഷയമാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബാധിക്കാം. പക്ഷേ CPM-ന് ഏറ്റവും നല്ല സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലം കൂടിയാണ് ആലത്തൂർ. അപ്പോൾ ആ ഒരു മിഷനറി കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായ വോട്ടുകളൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് പോൾ ചെയ്യുകയാണെങ്കിൽ CPM-ന് സുഖമായി വിജയിക്കാൻ കഴിയും. കഴിഞ്ഞ തവണത്തെ, അതായത് 1,58,000 വോട്ടുകൾ ശബരിമലയും പിന്നീട് രമ്യക്കെതിരെ ഉണ്ടായ ക്യാമ്പയിനുകളുടെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടായ ആ ഒരു കാലത്തിൻ്റെ മാത്രം പ്രത്യേകതയാണെന്നുള്ള രീതിയിലേക്കൊക്കെ അങ്ങനെ ആണെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഇവിടെ വളരെ പെട്ടെന്ന് ജയിക്കാൻ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ജയം സാധ്യമാക്കും. പക്ഷേ ഇടതുപക്ഷം അതിൻ്റെ പ്രചരണത്തിലൊക്കെ വളരെ അധികം വലിയൊരു സൂക്ഷ്മത ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയെ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രചരണം കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമല
കൈകാര്യം ചെയ്ത് വളരെ മോശമായിട്ടായിരുന്നു, വലിയ തിരക്കുണ്ടായിരുന്നു, അതൊന്നും കൃത്യമായിട്ട് ഇടപെട്ടില്ല എന്നുള്ള പ്രചരണങ്ങൾ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ നിരന്തരം കോൺഗ്രസ് അത് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഒരിടത്ത് പോലും ഇടതുപക്ഷം അതിന് മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് ബുദ്ധിപൂർവ്വം ഇടതുപക്ഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിലെന്തെങ്കിലും മറുപടി കൊടുത്ത് അത് കൂടുതൽ കുളമാക്കരുത്, മറിച്ച് അതിൽ അങ്ങനെയല്ല, അത് ജനങ്ങൾക്കറിയാമെന്നുള്ള ഒറ്റ മറുപടിയിൽ മാത്രം ഈ ഒരു പ്രശ്നം നമ്മൾ ഇത്തവണ കാണേണ്ടത് കഴിഞ്ഞ തവണ രമ്യക്കെതിരെ ട്രോള്, പരിഹാസം, അധിക്ഷേപം, പെങ്ങളൂട്ടി. ഇത്തവണ ഒന്നുമില്ല. അല്ല, അതൊരു നല്ല തിരിച്ചറിവാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വരും. രമ്യ ഹരിദാസ് അവിടെ മത്സരിക്കുന്നു, കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നു, സരസ്വതി ടീച്ചർ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു സംഭവം നമുക്ക് എനിക്കൊന്ന് 3 പേരുടെയും വർത്തമാനം കൂടി കേട്ടിട്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നിന്നിരുന്ന ജനവിഭാഗങ്ങളടക്കം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആപൽഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കാനുള്ളത് എന്ന് നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറുന്നു. ആളുകൾ കൂടുതൽ കടന്നു വരികയാണ്. അപ്പോൾ LDF പുറകോട്ട് പോവല്ലയോ, വലിയ രീതിയിൽ മുന്നോട്ട് പോവല്ലേ. ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും, അവരിൽ കൂടെ ജീവിച്ച് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായിക്കൊണ്ടാണ് ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നത്. അതിന്റെ ഒരു വലിയ പിന്തുണ കൂടെയുണ്ട്. സ്ഥാനാർത്ഥി ആരായിരുന്നാലും ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ്. മോദിയുടെ ഗ്യാരണ്ടിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സബ്കാ വികാസ് സബ്കാ സാത്ത്, എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികാസമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതാണ് അദ്ദേഹം ഗ്യാരണ്ടി തരുന്നത്. ആ ഗ്യാരണ്ടി പ്രകാരം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഈ 2 കൂട്ടരും കാലാകാലങ്ങളായിട്ട് ഭരിച്ച് കേരളത്തിനെ എത്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണത്. ആ അവസ്ഥയ്ക്ക് ഇനി ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യവസായങ്ങൾ വരണം. കൃഷിക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. അവരുടെ പ്രശ്നങ്ങളാണ് ആദ്യം ഞാൻ പരിഹരിക്കാൻ പോകുന്നത്.